ഹലോ ഗായ്സ്, എല്ലാവർക്കും പാലക്കാടൻ സഞ്ചാരി എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഞങ്ങളിടുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് അപ്ഡേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ വെറൈറ്റി നല്ല അടിപൊളി സ്ഥലം കണ്ടുപിടിച്ച് ചെയ്യാമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചാണ്. പക്ഷേ വീടിനടുത്ത് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാ പുറത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി ഓടുന്നിറക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതെ, കൊല്ലംകോട് സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അടിപൊളിയായും അതിസുന്ദരിയായും കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം. നെല്ലിയാമ്പതി മലനിരകളിൽ ഒഴുകി ഒഴുകി വന്ന് കൊല്ലംകോടിലൂടെ പാസ് ചെയ്തു പോകുന്ന സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കൊല്ലംകോട്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടിയെത്തുന്നത് സീതാർകുണ്ടിലോട്ടാണ്. നമ്മുടെ ഒടിയൻ വരെ ഷൂട്ട് ചെയ്തത് സീതാർകുണ്ടിലാണ്. അതിരപ്പള്ളി പോലെ വലിയൊരു വെള്ളച്ചാട്ടമെങ്കിലും ഞങ്ങൾക്ക് കൊച്ചു ഗ്രാമത്തിലുള്ളവർക്ക് കാണാൻ അടിപൊളി തോന്നുന്നൊരു കൊച്ചു വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. പച്ചപ്പട്ട് വിരിച്ചേക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിലോട്ടുള്ള റോഡ്, മുമ്പിലാണെങ്കിലും നെല്ലിയാമ്പതി മല. ആഹാ, അന്തസ്! ആ ഒരു ഫീൽ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. സ്വർഗം മാമ, സ്വർഗം. അടിപൊളി ഓഫ് റോഡാണ് ഇല്ല.
പച്ചപ്പെട്ട് പിടിച്ച നെൽപ്പാടങ്ങൾ മാത്രമല്ല, രണ്ട് സൈഡും മാവ്. മുതലമഴയുടെ മാംഗോ സിറ്റി മാത്രമല്ല, സീതാർകുണ്ട് പോകുന്ന വഴിയിലും പുതിയതായി മാംഗോ സിറ്റി ഉത്ഭവിക്കുന്നുണ്ട്. അതെ, രണ്ട് സൈഡും നിറച്ച മാവ്. അതിനുശേഷം ഓടി 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 ഞങ്ങളിതാ റൈറ്റിലോട്ട് തിരിയാൻ തീരുമാനിച്ചു. ഒന്നക്കാട് വല്ലുള്ളായി തങ്ങളുടെ മക്കറ. ചെറിയൊരു ഓഫ് റോഡിന് ഫീൽ കിട്ടിയെങ്കിലും കയറി ഞങ്ങൾ താഴെ ഇറങ്ങി പള്ളീൻ്റെ ഫ്രണ്ടിലെത്തി. പള്ളിക്കകത്ത് വീഡിയോ അനുവദനീയമല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് മാത്രം വീഡിയോ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് സ്ഥലങ്ങളിലേക്ക് വീണ്ടും കയറിയ വഴി മുഴുവൻ തിരിച്ചിറങ്ങിക്കൊണ്ട് സീതാർകുണ്ടിലോട്ട് വിട്ടു. വീണ്ടും ഓട്ടം തന്നെ. ഓഫ് റോഡിന് ചെറിയൊരു ഓഫ് റോഡ് പോലെ തോന്നിയെങ്കിലും റോഡ് വളരെ മോശമില്ലാത്തായിരുന്നു. ഞങ്ങളെത്തുമ്പോൾ വലുതായിട്ട് ആരും തന്നെയില്ല, കുറച്ച് വണ്ടി മാത്രം, അതായത് 1-2 ബൈക്കുകൾ മാത്രം. കയറി കുറേ ദൂരം പോയപ്പോൾ പാലക്കാടിൻ്റെ ശരിക്കുള്ള മലനിര ഭംഗി ഞങ്ങൾ ആസ്വദിക്കാൻ പോയി. പക്ഷേ ചെറിയൊരു മൂടൽ മഞ്ഞുള്ളതുകൊണ്ട് മാത്രം മല വ്യക്തമല്ല. എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടന്നു. സീതാർകുണ്ടിൻ്റെ അടുത്തത് ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഫുൾ ആളുകൾ. ശരി, വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ നടന്ന് ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് കാലൊക്കെ നനച്ച് കയറി പാറക്കെട്ടിൻ്റെ മുകളിലൂടെ നടന്നു. പിന്നീടുള്ള അംഗം മുഴുവൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ കണ്ടു തന്നെ നോക്കും. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചടക്കാൻ തീരുമാനിച്ചു. വന്ന വഴിയല്ല, വേറൊരു കാട്ടുവഴിയിലൂടെ കയറി മലയുടെ മുകളിൽ കൂടെ ഇറങ്ങി ഞങ്ങളുടെ സീതാർകുണ്ടിൻ്റെ യാത്ര അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു.
അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് പാലക്കാടൻ സഞ്ചാരി. ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.